Rahul. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതർ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി വുമൺസ് അല്ലെങ്കിൽ യങ് അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒത്തിരി പേർക്ക് അത് അറിയാം, പക്ഷെ എന്നാലും അറിയാത്ത ഒരാൾക്കാർക്ക് അത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് അവരുടെ ഉള്ളിലേക്കും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പേർക്ക് അറിയാം നമുക്ക് ഈ യൂട്രൈൻ ക്യാൻസർ ഇന്ന് വുമൻസിൽ മോസ്റ്റ്ലി കാണപ്പെടുന്നുണ്ട്. അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്, ന്യൂസിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. എത്ര പേർക്ക് അറിയാം നമുക്ക് ഇത് എന്താണ് കോസസ് എന്ന്, നമ്മളാൽ അറിയാതെ അതിൽ കാരണമാകുന്നുണ്ടോ എന്ന് എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാൽ കൂടിയും അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയോ ഭാര്യമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോഴും ഈ പറയുന്നവർക്ക് അറിയാത്ത ആൾക്കാർ. അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എയിം. അത് മാത്രമല്ല, ഞാൻ ഒരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയുമോ എന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോ പേർക്കും അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ അമ്മയ്ക്കും ഞാൻ പ്രോഡക്റ്റ് കൊടുത്തിരുന്നു. അമ്മ സ്റ്റിൽസ്, ഞാൻ ഓൾറെഡി മെൻസ്ട്രൽ കപ്പ് എന്നൊരു സംഭവം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിൽ കംഫോർട്ട് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് തന്നപ്പോൾ അത് ഇത്രയും 100% ഷുവർ പറഞ്ഞാണ് എനിക്ക് അറിയാവുന്ന ഒരാൾ എനിക്ക് തന്നപ്പോൾ ശരി ഞാനൊന്ന് അത് യൂസ് ചെയ്ത് നോക്കാം. കാരണം ഇന്നത്തെ നമ്മുടെ ഇടയിലും ഒത്തിരി പേര് മെൻസ്ട്രൽ കപ്പിലോട്ട് എത്താത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ പല പല റീസൺസ് ഉണ്ട്. അവരും ഇന്ന് പാഡാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ ഇന്ന് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, മീൻസ് ഏത് പാഡാണ്? മോസ്റ്റ്ലി ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എനിക്കറിയാം. സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുന്നുണ്ട്, വിസ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കമ്പനീസിനെ ഒന്നും ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക അങ്ങനെ ഒന്നും യാതൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ സേഫ്റ്റി ആണ് ഫസ്റ്റ്. അതാണ് ഞാൻ എൻഷുർ ചെയ്ത് വരുന്നത്. അവരെ പ്രോഡക്റ്റ് ചെയ്യുന്നു, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന സ്റ്റേ ഫ്രീ എന്ന് പറയുന്ന സംഭവം പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത വ്യക്തിയാണ്. യൂസ് ചെയ്ത സമയത്ത് എനിക്കത് ഇച്ചിങ്ങും റാഷസും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതൊന്ന് വേർതിരിഞ്ഞ് വേറൊരു പ്രോഡക്റ്റിലോട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പേര് ഞാൻ പറയാം, മോഡി കെയർ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എനിക്കത് അവൈലബിൾ അല്ല. അതിന്റെ ഏജന്റ് ഇപ്പം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എനിക്കത് കിട്ടുന്നില്ല. ഞാൻ അറൌണ്ട് ഒരു 6 ഇയേഴ്സോളം ഞാൻ ആ പാഡാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഞാൻ എന്റെ ഡെലിവറി വരെയും ഞാൻ അത് തന്നെയാണ് വെച്ചത്. അപ് ടു എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഡെലിവറി വരെ, അപ് ടു ഡെലിവറി കഴിയുന്ന സമയത്തും ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെൻസ്ട്രൽ കപ്പിലോട്ട് പോകുന്നത്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള വീഡിയോസും എങ്ങനെ പൊസിഷനിങ്ങും എങ്ങനെ വെക്കണം എന്നും ഏത് പ്രോഡക്റ്റ് ആണെന്നും എത്ര റേറ്റ് ആണെന്നും ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഞാൻ അടുത്ത വീഡിയോ ചെയ്യും. കാരണം അതും കൂടെ ആകുമ്പോഴേക്കും കുറച്ച് വലുതായിപ്പോവും. അത് നിങ്ങൾക്കും കുറച്ച് ലാഗായിട്ട് തോന്നും. സോ ഇത് രണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് എന്നോട് സജഷൻ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് പറയണം എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരാവട്ടെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ കം ടു അവർ പോയിന്റ്. ഇപ്പോഴെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ശരിക്കും വന്നിരിക്കുന്നത്. അത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതാണ് മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് കെയർ ആൻഡ് സേഫിന്റെ ഇതാണ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത മറ്റൊരു പാഡിൽ നിന്ന് എന്താണ് വ്യത്യസ്തത വരുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇനി അങ്ങോട്ട് പോകെ അതിന്റെ ഡെമോയിൽ കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം കൊടുക്കും. ഇത് വേണമെന്നവരും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇത് സാധാരണ പാഡിനെക്കാട്ടിലും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിപ്ലോക്ക് കവറാണ് ശരിക്കും വരുന്നത്. സിപ്ലോക്ക് കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കാണാം. മറ്റേത് നമ്മൾ യൂസ്ഫുൾ നോർമൽ പാഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയൊക്കെ ഒരു കവറിൽ വരും, അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ വരും. അങ്ങനത്തെ കവറിങ് ആണ് ശരിക്കും വരുന്നത്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സിപ്ലോക്ക് കവറാണ്. നോക്കൂ, ഈ ഒരു സംഭവം നമ്മളിതിനകത്തൊരു കവറിങ് ഉണ്ട്. ആ കവറിൽ ഫോയിൽ പേപ്പർ വെച്ചാണ് കവർ ചെയ്തേക്കുന്നത്. ഈ കവറിങ്ങുള്ള പ്രത്യേകത വെച്ചാൽ ഇതിനകത്തോട്ട് ഈർപ്പം കയർത്തുമില്ല, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ ഒരു കവറിങ്ങിലുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് പാഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു കളർ സെറ്റിംഗ്സിലാണ്. കാരണം കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ ഒരു കവറിനകത്ത് പാഡിങ് സെറ്റിംഗ് ചെയ്തേക്കുന്നത് ഒരു 3 ഡിഫറെന്റ് കളറിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റ്, സെക്കൻഡ് ഓഫ് ഓൾ റോസ് ആൻഡ് തേർഡ് ഫോർ ബ്ലൂ കളറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കളർ സെറ്റിംഗ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തത് വൈറ്റ്. വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു 20 എണ്ണം ഉണ്ടാവും. നോർമൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ് ടു ഒരു 280 ml വരെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് നിങ്ങൾക്ക് കാണാം, അതൊരു 10 എണ്ണം ഉണ്ടാവും. അതെന്ന് പറയുമ്പോൾ ഒരു 320 ml അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഡേ ആൻഡ് നൈറ്റ് അത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്കത് ഡെമോയിലൂടെ നോക്കാം എത്ര ml അതിനകത്ത് കൊള്ളും എന്നുള്ളതൊക്കെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് വൺ ഈസ് ബ്ലൂ. ഈ ഞാൻ റോസിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. റോസ് എന്ന് പറയുമ്പോൾ മീഡിയം ടു ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി കം ടു ബ്ലൂ. ബ്ലൂവിനകത്താണെങ്കിൽ ഹെവി, കംപ്ലീറ്റ്ലി ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കാണ് അവർ പറയുന്നത്. എസ്പെഷ്യലി അത് പറയുകയാണെങ്കിൽ 350 ml അത് ഹോൾഡ് ചെയ്യും. അതും 10 പാഡാണ് ഇതിനകത്ത്. അറിയില്ല, ആകെ പാടിനകത്ത് മൊത്തത്തിൽ ഒരു 40 പാഡ്സ് ഉണ്ടാകും. ഈ 40 പാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം യൂഷ്വലി നമ്മൾ സാധാരണ ബ്ലീഡിംഗ് ഒക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ വൈറ്റ് മതിയായിരിക്കും. അതിൽ വൈറ്റ് സാധാരണ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പുറത്ത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിങ്കോ ബ്ലൂവോ നമുക്ക് കയ്യിൽ കരുതാൻ വേണമെങ്കിൽ വെക്കാം. കാരണം സെക്കൻഡ് ഡേ ആണ്, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഡേ ആണ് ഹെവി ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുക. അപ്പൊ അന്ന് വേണമെങ്കിൽ അതൊന്നും ഒരു പാഡ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് അപ് ടു ഒരു 5-6 മന്തോളം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് വലിയൊരു പാക്കിംഗ് ആണ് ഈ ഒരു സംഭവം. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, സിപ്പ് ലോക്ക് ആണ്. സിപ്പ് ലോക്ക് നമുക്ക് ഇതൊന്ന് ഒരു പാഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാഡ് ഞാൻ ഒരു പാഡ് എടുത്ത് കാണിച്ചു. ഒരു പാഡ് എടുത്തത് വൈറ്റ് പാഡാണ് ഞാൻ എടുത്തത്. വൈറ്റ് പാഡിനകത്തും അതും കവർ ചെയ്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പാഡിനൊരു പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റീ ഫ്രീ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു സംഭവം, സ്റ്റേ ഫ്രീ. അപ്പം ഇത് കവറിങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ പറ്റില്ല. പാഡ് ഡയറക്ട്ലി എക്സ്പോഷർ ടു ദ എൻവയോൺമെന്റ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ് അല്ലെ. എക്സ്പോഷർ ടു ഈ സർഫസ് എന്ത് ചെയ്യുന്നു, എക്സ്പോഷർ ആവുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ മോയ്സ്ചർ ഉണ്ട് എന്നുള്ള കാര്യം, ഈർപ്പം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ സംഭവം എന്താണ്, എക്സ്പോഷർ ആവുകയാണ്. ഇത് തുറന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിച്ചു, എന്നിട്ട് ആ ബിസ്ക്കറ്റ് കുറച്ച് കഴിച്ചിട്ട് ആ ബിസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് അത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ആ ബിസ്ക്കറ്റ് എന്ത് ചെയ്യും, തണുത്തു പോയി നമ്മൾ പറയും. അതല്ലെങ്കിൽ അതിന് ഈർപ്പം അടിച്ചിട്ട് അതിന് ഒരു വല്ലാത്തൊരു പരിഭാവം. ഞാനത് പറയാനായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സെയിം അതിനൊക്കെ തന്നെയാണ് എക്സ്പോഷറായിട്ട് ഡെഫിനറ്റ്ലി മീറ്റപ്പ് ചെയ്തിട്ട് ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈർപ്പം അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കവറിങ്, ഇതിനകത്ത് കവറിങ് സ്റ്റേ ഫ്രീയിലും ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ഇതിനകത്ത് സിപ്പ് ലോക്ക് കവറിങ്, അതിനകത്താണ് ഇങ്ങനെ കവർ ചെയ്തേക്കുന്നത് വെച്ചേക്കുന്നത്. ഈ പാഡ് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കവറിങ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ നോർമലി 9 ലെയേഴ്സ് ഇതിനകത്തുണ്ട്. അത്രയും അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേബൂസ് കൂടെ ഇതിനകത്ത് നമുക്ക് കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര കരച്ചില്. ഞാൻ ഇപ്പം വല്ലപ്പോഴും ആണ് വീട്ടിൽ വരുന്നത്, അതായത് വീക്ക്ലി ഒക്കെ വൺസ് ആണ് വരുന്നത്. അപ്പൊ ആളിപ്പം ഭയങ്കര ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അവളെയും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം ഇത് ചെയ്യുന്നത്, അല്ലാതെ ഇവള് സമ്മതിക്കുന്നില്ല. ഹായ് 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 പറ. ഹായ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ കം ടു ദ പോയിന്റ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഇപ്പൊ റീസെന്റ് കണ്ടുവരുന്ന യൂട്രൈൻ ക്യാൻസറിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയാതെ അതിന് കാരണമാകുന്നോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഡെഫിനറ്റ്ലി യെസ്, അത് നമ്മൾ അറിയാതെ ഒരു കാരണമാകുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണെന്ന് നമുക്ക് പോലും ചിലവർക്ക് അറിയില്ല. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ ഒരു 10% ഞാൻ എടുക്കുന്നുള്ളൂ. 10% ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ശരിക്കും പറയുന്നത്. ബാക്കിയുള്ള 90% ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ തന്നെയാണ്. ഞാനിത് യൂസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. ഈവൻ മൈ മദർ ഓൾസോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വൺ ടൈം എങ്കിലും ലൈഫിൽ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ബാക്കി കാര്യം ഞാൻ ഡെമോയിട്ട് കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും അതിന്റെ കാരണമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ആണ് ശരിക്കുമുള്ള കാരണം. അതായത് നമുക്ക് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ഈർപ്പം. അതായത് നമ്മളിപ്പം ഒരു പാഡ്, നിങ്ങൾ ഒരു ദിവസം എത്ര പാഡ് മാറ്റും? ഇപ്പൊ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഒത്തിരി പേര് വർക്കിംഗ് എൻവയോൺമെന്റിലൊക്കെ ആവട്ടെ, ഷിഫ്റ്റ് ടൈമിലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരും പാഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഹെവി ബ്ലീഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ മാറ്റും. നോർമൽ ബ്ലീഡിംഗ് ഉള്ള ഒരാൾ എത്ര മാറ്റും? ഈ പാഡിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എവറി 2 hours കൂടുമ്പോൾ പാഡ് ചേഞ്ച് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ്?
അവിടെ ബ്ലഡ് ഹോട്ട്, നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മൾ ബ്ലഡും ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഈ ചൂട് ബ്ലഡ് നമ്മൾ നോർമലി പാഡിൽ വന്ന് വീഴുമ്പോൾ ഒരു അല്പസമയം ഒരു 2 hours ശേഷം നമ്മൾ ഇത് കീപ്പ് ചെയ്ത് ഒരു 4, 5, 6 hours ഒക്കെ യൂസ് ചെയ്ത് പോകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് ആണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡെമോയിൽ കാണിച്ചു തരാം. ആ പ്ലാസ്റ്റിക്കുമായിട്ട് റിയാക്ഷൻസ് ഉണ്ടായിട്ട് ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യും, പുറപ്പെടുവിക്കും. ആ സാധനം ശ്വസിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അത് നമുക്ക് വിഷബാധയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ ഈ ഒരു ഗ്യാസ് ഫോമിങ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പുറത്ത് കടക്കാൻ വേറൊരു എയർ എൻട്രി ഇല്ല അവിടെ. ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും, ഓപ്പണിംഗ്, വെജൈനൽ ഓപ്പണിംഗ് കൂടെ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറുമ്പോഴേക്കും അത് ദാറ്റ് മീൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടർ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വരണം എന്നല്ല, പക്ഷെ അത് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാ മന്തിലും നമ്മൾ ഒരു 4 days എങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഒരു 4 ദിവസം ഉപയോഗിക്കുമ്പോൾ ഒരു വർഷം നമ്മൾ എത്ര ദിവസം അത് ഉപയോഗിക്കും, നമുക്കിത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോഴും പാഡ്സ് യൂസ് ചെയ്യുന്ന എല്ലാ വുമൻസും യൂസ് ചെയ്യും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സജഷൻ എന്ന രീതിയിലാണ് ഞാൻ വരുന്നത്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു റിസ്ക് ഫാക്ടറിലോട്ട് പോകുന്ന എന്തിനും. സോ അങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക്, അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ എയിം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത് കംഫോർട്ട് ആണെങ്കിൽ. ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്ന അഡോൾസൻസ് ഗേൾസിനിടയിൽ ആർക്കെങ്കിലും ഇച്ചിങ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ അങ്ങനെയുള്ള കാര്യം, കളർ മാറുക, അവിടുത്തെ ഭയങ്കര ഡാർക്ക്നെസ് ആവുക, പിന്നെ പാഡ് യൂസ് ചെയ്തിട്ട് ഒത്തിരി പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട്, പാഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ട് ഒരുപാട് നടന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തൊടയുടെ അരികിലൊക്കെ പൊട്ടുക, അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസിനൊക്കെ സത്യം പറഞ്ഞ ഇതൊരു സൊല്യൂഷനാണ്. സോ അപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ അമ്മമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കുക. സീ ദ മാജിക്, അതാണ് ഞാൻ പറയുന്ന വേറൊരു കാര്യം. അതുപോലെ തന്നെ ഹസ്ബൻഡ്സും എല്ലാവരും അവരുടെ വൈഫിനാവട്ടെ, സഹോദരിമാർക്കാവട്ടെ, അമ്മയ്ക്കാവട്ടെ, എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് 100% സജസ്റ്റ് ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. എന്ത് കാര്യം നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള കാര്യം. ഇതിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തൊരു കാര്യം. ഇത് ഓൾറെഡി അവർ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നതും. പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ അതിലെ ജെന്യൂനിറ്റി എനിക്ക് ഓൾറെഡി പ്രൂവ്ഡ് ആയിരിക്കണം ഡെഫിനറ്റ്ലി. അതോ ഞാൻ യൂസ് ചെയ്തു, എൻ്റെ അമ്മയ്ക്കും അത് യൂസ് ചെയ്തു, അത് പറഞ്ഞത് 100% ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നിലൂടെ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 1000 പേര് ഇത് കാണുവാണെങ്കിൽ അവർക്കത് ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ബിക്കോസ് ട്രസ്റ്റ് മീ, ഇസ് വെരി ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആൻഡ് ജെന്യൂൻ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അതർ പാർട്സ് ആൻഡ് നമ്മുടെ ഈ കെയർ ആൻഡ് സേഫിന്റെ പ്രാഡ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഒരു ഡെമോ ആയിട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇപ്പം ശരിക്കും ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് കളർ വെള്ളം എനിക്ക് കിട്ടിയില്ല, കാരണം ഇത് അൺപ്രിപ്പയർഡ് ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കളർ ചേർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ വേറെ അവൈലബിലിറ്റി ഒന്നുമില്ല. സോ ഞാൻ നോർമൽ വാട്ടർ എടുത്തിട്ടുള്ളൂ. സോ ഇത് കെയർ ആൻഡ് സേഫിന്റെ പാഡ്, ആൻഡ് ഇത് നമ്മുടെ സ്റ്റേ ഫ്രീ ആണ്. നോർമൽ പാഡാണ് കേട്ടോ, സ്റ്റേ ഫ്രീയുടെ നോർമൽ പാഡാണ് എടുത്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 35 rupees 6 പാഡ് കിട്ടുന്ന രീതിയിൽ ഇത് ഓപ്പണിംഗ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇത് ഓപ്പണിംഗ് ചെയ്തേക്കുന്നത് ഞാൻ മറ്റേ പാഡിൽ ഇത് ട്രൈ ചെയ്തതാണ് കേട്ടോ. അതായത് ഇതേ കണക്ക് കവർ ചെയ്ത് വരുന്ന സ്റ്റേ ഫ്രീയിലും ഞാൻ ട്രൈ ചെയ്തത്. അതിലാണ് ഞാൻ ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. സത്യമാണ് അവർ പറയുന്ന കാര്യം കേട്ടോ. അപ്പം പക്ഷെ ഞാൻ ഇതിലിപ്പോൾ ഡെമോ കാണിക്കുന്നത് ഇതിലും കൂടെയാണ്, കാരണം ഇത് ഒത്തിരി പേര് ഇങ്ങനത്തെ പാഡ് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ഒരു നോളജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബേസിൻ എടുത്തു, കാരണം ഇവിടെ ഒന്നും വെള്ളമാകണ്ട എന്ന് കരുതിയിട്ടൊരു ബേസിൻ എടുത്തേക്ക്. ഇത് നമ്മൾ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഞാൻ ഇതിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കണം എന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എത്ര വെള്ളം എടുത്തു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു 10 cc സിറിഞ്ച് എടുത്തേക്കുന്നത്. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം. ഇതിനകത്ത് എനിക്കൊന്ന് ഒരു സ്മോൾ ഗ്ലാസ് തന്നെ ഒരു 250 ml ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര ml ഉണ്ടാവും അറിയില്ല, നമുക്കൊരു 60 ml ഒക്കെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാഡാണ് ഇത്. ആക്ച്വലി ഈ പാഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. സോ ഞാനിത് അവളിൽ നിന്ന് കളക്ട് ചെയ്തു. അതെനിക്ക് ഇത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് വാങ്ങി. ഇതിൽ ഞാൻ ഓൾറെഡി ടെസ്റ്റഡ് ആണ്, ഞാനത് കണ്ടതാണ്, ഐ വിറ്റ്നസ് ആണ്. ഇതിൽ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്താണെന്നുള്ളത്. ഇതിപ്പോൾ അമ്മയിൽ നിന്ന് ഞാൻ മാറ്റി, അമ്മയ്ക്ക് ഞാൻ പ്യുവർലി ഇത് കംപ്ലീറ്റ്ലി ഇത് ആക്കിയിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് കപ്പ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ പാഡ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പ്രൈസ് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ 1 പാക്കറ്റ് വരെ എന്ന് പറയുമ്പോൾ 190 ആണ് വരുന്നത്. ഇതിനകത്ത് എത്ര പാഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 പാഡ്സ്
16 പാഡ്സ് ഉണ്ട് സ്റ്റേ ഫ്രീ മാത്രമല്ല കേട്ടോ, വിസ്പറും ഇങ്ങനത്തെ പാക്കിംഗ് ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ പാക്കിംഗ് ഉണ്ട്, ഇത് കണക്കത്തെ പാക്കിംഗ് ഉണ്ട്. ഞാൻ ഒരു കമ്പനീനെ മാത്രം ഡീഗ്രേഡ് സംസാരിക്കുന്ന ആരും ചിന്തിക്കേണ്ട, യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതിലെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. കാരണം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അതിന്റെ യൂസ്ഫുൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു രീതിയിലും ഒരു പ്രോഡക്റ്റിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്ന എന്ന് ചിന്തിക്കരുത്. പിന്നെ ഇതിന്റെ കവറിംഗ് സെയിം ലൈക്ക് ദിസ്, ഇത് കണക്ക് തന്നെയാണ് കവറിങ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് കവറിങ്ങാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ആ പാഡ് നിവർത്തി വെച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അപ്പം നമ്മുടെ കെയർ ആൻഡ് സേഫിന്റെ പാഡ് നമ്മൾ പൊട്ടിക്കുകയാണ്. പെട്ടിച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ ഡെമോ ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പം ചെയ്യുന്നത്. നേരത്തെ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. സോ ഇതാണ് പാഡ്. ഓക്കെ, വിങ്സും ഓൾറെഡി ഇപ്പം എല്ലാ പാഡ്സിനും വിങ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് പാഡ്. ഈ പാഡിന് നടുക്കൊരു ചിപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇത് ചിപ്പിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ഞാൻ നോട്ടീസ് ചെയ്ത 2 മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാം. ഈ ചിപ്പ് ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഞാനത് പറയാം കേട്ടോ. തൽക്കാലം ഇപ്പം ഞാനത് പറയുന്നില്ല. സോ ഇതാണ് പാഡ്. ഞാൻ ഇതിപ്പം ഇതിൽ വെക്കുന്നത് വെച്ചാൽ ഇതെനിക്ക് 100% ഉറപ്പാണ് ഇതിന് എന്ത് ചെയ്യില്ല, ലീക്ക് ചെയ്യില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ടേബിളിൽ വെക്കുന്നു. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. സോ യൂസ് ചെയ്ത് മീൻസ് നോക്കിയതാണ്. അപ്പം അത് ലീക്ക് ആവുന്നുണ്ട്. അപ്പം അത് പിന്നെ അതൊരു എൻവയോൺമെന്റ് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ട് ഞാനിത് ബേസിൽ തന്നെ വെക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഇപ്പം എടുത്തേക്കുന്നത് സ്റ്റേ ഫ്രീയുടെ നോർമൽ പാഡാണ് എടുത്തേക്കുന്നത്. സെയിം സ്ട്രെച്ചറിലൊക്കെ ഒരേ കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ശരി, കാണാതിരിക്കുമല്ലോ. ഓക്കെ, ശരി. ഇനി ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 10cc സിറിഞ്ച്. ഞാൻ ഇതിപ്പം 10cc അല്ല, 20cc ആണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. 20cc സിറിഞ്ചാണ്. 20 ml ആണ് ഈ ഒരു സിറിഞ്ചിൽ കൊള്ളാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാം 20cc. അപ്പം ഞാൻ 20 ml ഞാൻ എടുക്കുവാണ് കേട്ടോ, വെള്ളം എടുക്കുവാണ്. ഞാൻ ഒഴിക്കുവാണ്. ഓക്കെ, ഇങ്ങനെ പറയും. സോ 20 ഓൾറെഡി നമ്മൾ എടുത്തു, നിങ്ങൾ കണ്ടതാണ്. വീണ്ടും അഗെയിൻ 20. ഓക്കെ, അഗെയിൻ 20 നമ്മൾ എടുത്തു. ഇനി ഒരു 20 എടുക്കുമ്പോൾ 60 ചെയ്യാം. ഓക്കെ, സോറി, കൂടുതൽ എടുത്തുന്ന പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ 60 വെച്ച് കാണിക്കുന്നു. കൂടുതൽ എടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പൊ 60 ml നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു. സി, വാട്ടർ ഇൻഡിക്കേറ്റ് ബ്ലഡ്, അത് അറിഞ്ഞൂടാത്ത എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിതിപ്പം നമുക്ക് ബ്ലഡ് എത്രത്തോളം വീഴുന്നു ആ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ടാണ് ഞാനൊരു 60 ml. എനിക്ക് സത്യം പറഞ്ഞാൽ കളർ വെള്ളമാണ് വേണ്ടത് കേട്ടോ. പക്ഷെ എനിക്കത് അവൈലബിലിറ്റി ആയിട്ട് കിട്ടിയില്ല, എനിക്ക് അതിനൊരു ടൈം കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്പം എനിക്കിത് എടുക്കാൻ തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നോർമൽ വാട്ടറിൽ കാണിക്കുന്നു. ഇനി ഇത് വെള്ളം ആകുമോ എന്ന് ചോദിച്ചാൽ സി, അടുത്ത് നമ്മൾ ഇതിലും 60 ml. ഓക്കെ, 60 ml ഇതിലും ഒഴിക്കുകയാണ്. സ്പോട്ട് ചെയ്യുമ്പോഴായി പറഞ്ഞല്ലോ 60 ml. എനിക്കിപ്പോൾ തന്നെ കാണാം അതിനകത്ത് എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ് ഞാൻ നോർമലി നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്നാലും ഞാനത് ഷോ ചെയ്യാം. ഓക്കെ, സി, നമ്മുടെ ഇപ്പം നമ്മൾ ഓൾറെഡി കെയർ ആൻഡ് സേഫിൻ്റെ പാഡ് ഈസ് കാണാം, നോക്കാം, ഒന്നുമില്ല. സോ നമ്മൾ കെയർ ആൻഡ് സേഫിൻ്റെ ഈ ഒരു പാഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് ട്രൈ ആണ്. ഇത്രയും 60 ml ഇതിനകത്ത് ഒഴിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യുന്നില്ല, വെള്ളം വീഴുന്നില്ല. നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇത്രയും യൂസ് ചെയ്ത് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിനകത്തുനിന്ന് ഒന്നുപോലും വെളിയിൽ വീഴുന്നില്ല. അത് പാഡാണിത്. ഓക്കെ, സി, ഇതിപ്പോൾ ഒരു പരിപാടി കേട്ടോ. ദെൻ ഇനി നമ്മൾ ഇപ്പുറത്ത് സ്റ്റേ ഫ്രീയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേ ഫ്രീയിൽ
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഇതിൽ ഈ സെയിം എമൗണ്ട് ആണ് ഞാൻ ഇവിടെ ഒഴിച്ചത്. ലുക്ക്, സീ ദ എവിഡൻസ്. രണ്ടും പാഡ് തന്നെയാണ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സീ വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഇതിന്ന് നിങ്ങൾക്ക് ഡെമോയിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുമാത്രം ലീക്ക് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ഗൈസ്, ഇതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി ശരിക്കും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ശ്രദ്ധിച്ചത്. കാരണം ഞാൻ ഈ കുറേ നാളുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അമ്മ യൂസ് ചെയ്യുന്നത് സ്റ്റേ ഫ്രീ ആണെന്ന് പറഞ്ഞത്, സ്റ്റേ ഫ്രീ. പക്ഷെ നിങ്ങളെ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കണക്കിന് നന്നായി. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എടുത്തേക്കുന്ന വിസ്പറാണ് കേട്ടോ. സിപേ ഞാൻ കവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് വിസ്പറാണ്. അപ്പോൾ സോ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, വിസ്പറിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡെമോ ചെയ്തേക്കുന്നത്. പക്ഷെ നേരത്തെ ഞാൻ ഡെമോ ചെയ്തതും സ്റ്റേ ഫ്രീയിലാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ. ഡെഫിനറ്റ്ലി സ്റ്റേ ഫ്രീ യൂസ് ചെയ്ത് നോക്കുക, സ്റ്റേ ഫ്രീ ചെയ്ത് നോക്കാം. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതേപോലെ പാക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, ഇതും ചെയ്യാം. ഓക്കെ, നോ ഡൗട്ട്. അത് രണ്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ടും ഏതാണ്ട് ഓക്കെയാണ്. ഞാനിപ്പം വിസ്പറിന്ന് അവൾ പറഞ്ഞപ്പോഴാണ് നോട്ടീസ് ചെയ്തത്, ഞാനത് ഫോർഗെറ്റ് ഇറ്റ്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത ഇതിൻ്റെ ഈ ലെയർ ഒന്ന് ഇളക്കി നോക്കാം എന്താണെന്നുള്ളത്. അവിടെയാണ് എനിക്കിനി അടുത്തൊരു കാര്യം കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇത് നോക്കാം, പേപ്പറാണ്. സി, ഇത് പേപ്പറാണ്. നമുക്ക് കീറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എവിഡൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ പേപ്പറാണ്. മറ്റേത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിനകത്ത് ആദ്യം വരുന്നൊരു ലെയർ ദിസ് ഈസ് ദ ഫസ്റ്റ് ലെയർ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ഒരു ലെയർ ആണ് ശരിക്കും എന്താ പറയുക, നമുക്ക് ഈ ഇച്ചിങ്, ഡിസ്കളറേഷൻ, പിന്നെ ഇങ്ങനെ സ്കിൻ ഒരഞ്ഞിട്ട് പൊട്ടുക, അങ്ങനത്തെ ഒന്നും പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഈ ലെയർ ആണ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ നല്ല മണമാണ്, നല്ല മണമുണ്ട്. സോ ഓക്കെ, അപ്പം ഈ ലെയർ കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് പീരീഡ്സ് ടൈമിൽ. ഈ നടുക്ക് കാണുന്നതാണ് ഈ ചിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു ലെയറിന്റെ പേര് എന്ന് പറയുന്നത് 100% കോട്ടൺ ബ്രീത്തബിൾ ലെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെയർ നടുക്കൊരു ചിപ്പുണ്ട്. ഈ ചിപ്പ് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് ചിപ്പ്. സോ ചിപ്പിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ നടുക്കായിട്ട് വരുന്നത്. ഇത് കുറച്ച് ഇതിലോട്ട് നമ്മുടെ ഹാർട്ട് ബ്ലഡ് വന്ന് വീഴുമ്പോഴേക്കും നോർമലി നമുക്കിത് കുറച്ച് കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല തണുപ്പ് തരും. ഓക്കെ, അലോവേരയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ഈ ചിപ്പ് മെയിൻലി നമുക്ക് എന്ത് ചെയ്യുന്നത് തണുപ്പ് തരുന്നത്. പക്ഷെ അത് പറഞ്ഞ സമയത്ത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും നമ്മളത് യൂസ് ചെയ്തപ്പോൾ, ഞാനും എൻ്റെ അമ്മയും യൂസ് ചെയ്തപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഇത് ശരിക്കും ഒരു തണുപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേ കണക്കിന് ഇറിറ്റേഷൻസ് എല്ലാം മാറ്റിത്തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്കാർക്ക് നോർമലി ഈ ചിപ്പ് ടച്ച് ചെയ്യുന്ന സമയത്ത് ജെനൈറ്റൽ ഏരിയയിൽ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂറേത്രൽ റീജിയനിൽ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിലൊരു സൊല്യൂഷൻ ആവും. അങ്ങനെയും ഈ ഒരു ചിപ്പിന് എന്ത് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ഈസ് വെരി കോമൺ ഇന്ന്, പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ. സോ ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കോട്ടൺ ആണെന്നുള്ളത് പ്രൂവ്ഡ് ആണ്. ദെൻ ഇനി അടുത്തൊരു ഫെദറി ലെയർ ആണ് ഇനി അടുത്ത വരുന്നത്. അതും കോട്ടൺ തന്നെയാണ്. നോക്കാം. സോ സെക്കൻഡ് ലെയർ ഈസ് ഫെദർ ലെയർ. അതാണ് ഞാൻ ഓൾറെഡി ഇത് കീറിപ്പോയി, അപ്പോൾ നമുക്കൊരു കോൾ വന്നു. സോ ഓക്കെ, അപ്പം ഇതും ഈ പറയുന്ന കണക്ക് ഫെദറിയാണ്. നമുക്കിങ്ങനെ കീറി പിന്നി പേപ്പറാണെങ്കിൽ ഇങ്ങനെ കീറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. ദെൻ ഇതിനകത്ത് ഇനി നമ്മൾ കാണുന്നത് ജെല്ലാണ്. ഓക്കെ, ഈ ജെല്ല് യൂഷ്വലി നമ്മൾ ഡൈപ്പറിലൊക്കെ യൂസ് ചെയ്യാറുള്ള ജെല്ല് തന്നെയാണ്. സെയിം അത് തന്നെയാണ്. നമുക്ക് ഈ ജെല്ല് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന് മുന്നേ നമ്മൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലോട്ട് എടുക്കുവാണ്. ഓക്കെ, ഇത്ര വെള്ളം നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ഇത് ഒരു ജാപ്പനീസ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു
ജെല്ലാണ്. ഇത് ഡയപ്പറിലും ഇത് യൂസ് ചെയ്യണം. ഞാനിത് വെള്ളത്തിലോട്ട് ഇടുവാണ്. ഫുള്ള് ജലം ഞാനെടുത്ത് വെള്ളത്തിലോട്ട് ഇടാൻ പോവുകയാണ്. ഈ ജെല്ലിൻ്റെ മണമാണ് എനിക്ക് തോന്നുന്നത്. ജെല്ലെല്ലാം ഓൾറെഡി ഇതിനകത്തിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതെല്ലാം പേപ്പറാണ് കേട്ടോ. ഇവിടെ മൊത്തം ആയി. ഇതിലാണ് ഞാൻ ബേസിനെടുത്തത്. ഓക്കെ, സോ ഇതെല്ലാം പേപ്പറാണ്. നമുക്കിത് കത്തിച്ച് കളയാവുന്നതാണ്. ഓക്കെ, നോർമലി. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ വേണം അതിന് എന്തെങ്കിലും വേണം. നമ്മുടെ വിസ്പർ, നേരത്തെ പറഞ്ഞ വ്യത്യാസമുണ്ട്. വിസ്പർ നമ്മൾ നേരത്തെ ഇളക്കി കണക്ക് ഇളകുന്നുണ്ടോ? ഇളകുന്നില്ല. ഇത് പേപ്പറാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇളകുന്നില്ല. വലിച്ചാലും ആദ്യത്തെ ലെയറാണ് ഞാൻ എടുക്കുന്നത്. അതിന് മുന്നേ ഇത് നിറയെ നമ്മൾ ഒഴിച്ച വെള്ളം എപ്പോഴും ലീക്ക് ആവുന്നുണ്ട്. സോ നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, അതും കൂടെ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, സ്ക്യൂസ് ചെയ്ത് വിടുവാണേ. നേരത്തെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഇത്രയും വലിയ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് എടുത്തു എന്ന് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ കൂട്ടി ഇതും കൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിനൊക്കെ സ്ക്യൂസ് ചെയ്തപ്പോൾ നേരത്തെ മറ്റത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറച്ചെടുത്തു. അപ്പോൾ സോ ഇതിൻ്റെ ബാലൻസ് നമ്മൾ ലെയർ എടുക്കുവാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ എടുക്കുന്നു. ഇതിനകത്ത് ചിപ്പൊന്നുമില്ല. നോട്ടീസ് ദ ചേഞ്ചസ്. ചിപ്പൊന്നുമില്ല. ആ പറഞ്ഞ ചിപ്പില്ല. നോക്കൂ, ഇത് കോട്ടൺ അല്ല. ഓക്കെ, ഇത് കോട്ടൺ അല്ല. ഈ സാധനം ആണ് റിയാക്ഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ ബ്ലഡ് വന്ന് വീഴുമ്പോൾ നമുക്ക് ഈ സ്ക്രാച്ച് ചെയ്ത് കുറച്ച് റഫാണ്. അപ്പോൾ ഇത് സ്ക്രാച്ച് ചെയ്തിട്ട് കളർ ചേഞ്ചസ് ഉണ്ടാവുന്നതും ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സർഫസുമായിട്ട് ഉരയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് ഒരു തിങ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് നോക്കൂ, ജെല്ലല്ല. നോക്കത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ലൈക്ക് ടിഷ്യൂ പേപ്പർ. ഐ തിങ്ക് സോ. ഇതിപ്പോൾ കുറച്ച് വെറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ വരുമോ? അതേപോലെയാണത്. ടിഷ്യൂ പേപ്പർ ആണ് ആക്ച്വലി. എത്രയും ലെയറുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കണം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ കോട്ടൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും ലെയേഴ്സ് ഉള്ള ടിഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ടിഷ്യൂസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക്, ഏറ്റവും ബാക്കിൽ പ്ലാസ്റ്റിക് കവർ. ലുക്ക്, പ്ലാസ്റ്റിക് കവർ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? പ്ലാസ്റ്റിക് കവർ. ദീസ് ആർ ദ മെയിൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കെയർ ആൻഡ് സേഫ് പ്രോഡക്റ്റ് ആൻഡ് ദ വിസ്പർ. ഇത് സെയിം ഇത് തന്നെയാണ് കേട്ടോ. ഷേഫ്രിയിലും വ്യത്യാസമൊന്നുമില്ല. അപ്പം പിന്നെ നമുക്ക് ഇനി അടുത്ത പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജെല്ല് നമ്മൾ എടുത്ത കാര്യം നിങ്ങൾക്ക് അറിയാം. ആ ജെല്ലിനകത്ത് നമ്മൾ എത്ര ml 60 ml ഓൾറെഡി പോർ ചെയ്ത ജെല്ലാണ്. ആ ജെല്ല് അത്രയും വെള്ളം അബ്സോർവ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ പാഡ് ഡ്രൈ ആയിട്ട് കണ്ടത്. ആ ജെല്ലെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ വീണ്ടും ഇട്ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ വിസ്പറിൽ ഉണ്ടായിരുന്ന വെള്ളവും ഇതിനകത്ത് സ്ക്യൂസ് ചെയ്തു. See the magic. സോ അപ്പം ഇതിനി എത്ര വെള്ളം ക്വാണ്ടിറ്റി കൊള്ളും? നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറഞ്ഞു 280 ml ഹോൾഡ് ചെയ്യുന്ന നോർമൽ ബ്ലീഡിംഗ് ഉള്ള പാഡാണ് നമ്മൾ എടുത്തത്. ഇതൊന്നും കപ്പാസിറ്റി ഉള്ള പാഡ്സ് അതിനകത്ത് ഉണ്ട്. ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കും ഉള്ള പാഡ് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കപ്പാസിറ്റി ഉണ്ടാവും ഇതിന് ഹോൾഡ് ചെയ്യാൻ ഈ ജെല്ലിന്. ഞാൻ ആ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് എടുത്തു എൻ്റെ കയ്യിൽ വെച്ചു. നോക്കൂ, ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം അതെല്ലാം അബ്സോർവ് ചെയ്തു. ഇത്രയും വെള്ളം അത് അബ്സോർവ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് കൈ ഇടുമ്പോൾ ജെല്ല് തന്നെയാണ്. സോ ദിസ് മാജിക്. ഇതാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ലീക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇറിറ്റേഷൻ, ഇച്ചിങ് കാര്യങ്ങൾ വരുന്നില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കംപ്ലീറ്റ്ലി യൂട്രസിന് പ്രൊട്ടക്ഷൻ എന്ന അവർ 100% പറയുന്നു. ദാറ്റ് മീൻസ് നമുക്ക് യൂട്രൈൻ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൽ നമ്മുടെ ബ്ലഡ് വന്ന് വീഴുമ്പോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഭാവിയിലേക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടാവാതെ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു യൂസ്ഫുൾ എന്നൊരു സംഭവം. അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും കാണിച്ചു തന്ന ഡെമോ നിങ്ങൾക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അവെയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും താല്പര്യമുള്ളവര്, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നവര് ഡെഫിനറ്റ്ലി ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ. മടിക്കണ്ട, എന്നെ വിളിക്കാം. ഈ
പറയുന്ന നമുക്ക് കോൺടാക്ട് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അതിനകത്ത് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഈ പറയുന്ന കണക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും, പോസ്റ്റ് വഴി അവൈലബിൾ ആയിരിക്കും. എങ്ങനെ വേണോ നിങ്ങളുടെ അഫോർഡബിൾ രീതിയിൽ പറഞ്ഞാൽ മതി, അതെങ്ങനെയും എത്തിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പാക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 40 പാക്സ് ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു പാക്കറ്റ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 ആണ് MRP വരുന്നത്. 650 ഇത് നമുക്ക് 6 മന്തിയോളം യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 650 എന്നുള്ളത് അതിൽ റിഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ കോൺടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം മടിക്കണ്ട. നമ്മുടെ ലൈഫിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു റിസ്ക് ഫാക്ടർ ആകാതിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഹൈജീൻ കീപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതോടുകൂടി എന്റെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വ്ളോഗുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് മിത്ര രാഹുൽ. ബൈ ബൈ. അപ്പം മറക്കണ്ട, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിന്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഇതുവരെ ആരെടുത്തും എത്താത്തത് നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, മദേഴ്സിന്, സിസ്റ്റേഴ്സിന്, വൈഫിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.